ഡോക്ടർ ബെന്നറ്റ് ഇത് കൺവെൻഷണൽ ഫിലിം അല്ല. കൺവെൻഷൻ മീൻസ് നമ്മൾ പലപ്പോഴും ചെന്ന് പല സിനിമകളും കാണാൻ കയറുമ്പോഴത്തേക്ക് കൺവെൻഷണൽ ടൈപ്പായിരിക്കും ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇത് കൺവെൻഷനല്ല, ഇത് വ്യത്യസ്തമായ പ്രമേയമാണ്. പ്രമേയത്തിൽ ഒരുപാട് വ്യത്യസ്തതയുണ്ട്. ഇത് മാനസികമായിട്ടുള്ള തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് കാണുമ്പം സ്വാഭാവികമായിട്ട് എനിക്കും കുറച്ച് സമയം മാനസികമായിട്ടുള്ള ഒരു തലത്തിൽ സഞ്ചരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ചില ആത്മഹത്യ ചെയ്യുന്നത് നമ്മളിത് കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. മനസ്സാണ് പ്രധാനം, യാതൊരു സംശയമില്ല. മനസ്സിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിവുള്ളവർ ലോകം കീഴടക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ മനസ്സ് വിട്ടുപോകും. അത് കുട്ടികളുടെ ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലാണെങ്കിലും ഏത് തരത്തിലായാലും. അതുകൊണ്ട് ഇത് കൺവെൻഷണൽ സിനിമയായി നോക്കരുത്. ഇത് പ്രതിപാദിക്കുന്ന വിഷയം വ്യത്യസ്തമാണ്. ഒരു വ്യത്യസ്തമായ വിഷയം വ്യത്യസ്തമായ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ ഉള്ള സിനിമ പോലെ നമ്മൾ കാണാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അയ്യോ ഇതങ്ങനെയല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കണം, നമ്മുടെ മനസ്സിനെയും കയറ്റി വിടണം. മനസ്സിനെയും കയറ്റി വിടുമ്പോൾ ഇത് ഇന്നുവരെ ഇറങ്ങിയിട്ടില്ലാത്ത ഒരു പുത്തൻ തലത്തിലുള്ള ഒരു സിനിമയാണ് ഡോക്ടർ ബെന്നറ്റ് എന്ന് മനസ്സിലാവും. എന്തായാലും ടി.എസ്. സാബു ഡയറക്ടർ ഇത് ഡയറക്റ്റ് ചെയ്യാൻ ഒരുപാട് സ്ട്രെയിൻ എടുത്തു. കൂടാതെ എല്ലാവരും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാനസിക തലത്തിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല, നമുക്ക് പക്ഷേ എത്ര എളുപ്പം പറ്റത്തില്ല. ശാരീരിക തലത്തിൽ നമുക്ക് സംഘടനകളും അതും ഇതുമൊക്കെ പറയാം, ഡയലോഗുകൾ തകർത്ത് പറയാം. പക്ഷേ മൈൻഡിൻ്റെ എക്സ്പ്രഷൻസ് ഫേസിലൂടെ വരുന്ന ഒരു തലമാണ്. കാണുക, എല്ലാവരും കാണണം ഡോക്ടർ ബെന്നറ്റ്. വ്യത്യസ്തമായ പ്രമേയം, പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് തന്നെ കാണണം, കുട്ടികളും കാണണം. ഓക്കെ, ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? സീൻ ഒറ്റ ക്വാർട്ടർ സീൻ ആണെങ്കിൽ പോലും നാച്ചുറൽ അല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? നന്നായി ചെയ്തോ ഇല്ലേ? ഉറക്കെ പറയടേ. താങ്ക് യു, ലവ് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഡോക്ടർ ബെന്നറ്റ്. ശരിക്കും എല്ലാവരും എൻ്റെ സംവിധായകനും എൻ്റെ നമ്മുടെ തിരക്കഥാകൃത്തും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കണ്ടപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്, ഒത്തിരി സന്തോഷം. സ്ക്രീനിൽ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. വെറൈറ്റി കണ്ടന്റാണ് ഡോക്ടർ ബെന്നറ്റ്. കാരണം നമ്മൾ ഇതുവരെ സ്ക്രീനിൽ കാണാത്ത ഒരു പുതിയൊരു ടൈപ്പിൽ ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും അനുഗ്രഹിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലായിട്ടൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു, നമ്മൾക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതും. പിന്നെ പുള്ളിയൊക്കെ ഒത്തിരി സ്റ്റേജ് ഷോയിലും ഒക്കെ പങ്കെടുത്ത ആളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊന്ന് ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഫീലിംഗ് ഇല്ലാതെ എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ചൊക്കെ രജിത് കുമാർ സാറ്, കലാഭവൻ മധു സാറും, പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സാബു സാറ്, ഡയറക്ടർ, അങ്ങനെ ഒത്തിരി പേര്. പിന്നെ എൻ്റെ നാട്ടിലാണെങ്കിലും എൻ്റെ കൂടെ ശരിക്കും ഞാനൊരു നാടകത്തിൽ നിന്ന് വന്നതാണ്. എൻ്റെ നാട്ടിലെ സത്യൻ പരപ്പ, എൻ്റെ പഴയ നാടകക്കാർക്കൊക്കെ, അതായത് എൻ്റെ നാടകത്തിൻ്റെ ഗുരുക്കളെ ഞാൻ ഓർക്കുകയാണ്. സത്യൻ പരപ്പ, രാമകൃഷ്ണൻ, അതുപോലെ എൻ്റെ രാജു യൂസഫ് തായനൂർ. ഏറ്റവും കൂടുതൽ എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്, എന്നെ ഈ കലാജീവിതത്തിലേക്ക് എന്നെ എൻ്റെ അനിയനെയൊക്കെ ഞങ്ങൾ നാടകത്തിലൂടെ വന്നത് എൻ്റെ അപ്പനാണ്. എൻ്റെ പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 8 വർഷമായി. ഇന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി ഇങ്ങനൊരു ഫീൽഡിൽ എത്തുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ സിനിമ എൻ്റെ പപ്പയ്ക്ക് ഞാൻ സമർപ്പിക്കുക. ഒരു നെഗറ്റീവ് റോള് ചെയ്യുന്നത് നന്നായി ചെയ്തു എന്ന് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ അതിൽ ഞങ്ങളെ ഇതൊരു ഡയറക്ടർ മൂവി തന്നെയാണ്. കാരണം ഞങ്ങളെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ ഡ്രാമയിലൂടെ വന്നുകൊണ്ട് ഇതൊരു ഡയറക്ടറാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. നല്ലൊരു വെറൈറ്റി തീമാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഫസ്റ്റ് ഫിലിമാണ്. ഒരു ഡ്രാമയിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഡയറക്ടർ, പിന്നെ മധുച്ചേട്ടൻ, അങ്ങനെ ഞങ്ങളൊരു ഫാമിലി പോയതായതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റി. അത്ര തന്നെ. ഡോക്ടർ ബെന്നറ്റ് കണ്ടു, നല്ല സിനിമയാണ്. ഒരു മെൻ്റലിസം സബ്ജക്റ്റാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്കും പ്രത്യേക സന്തോഷം. ഞാൻ ഈ പടത്തിലൊരു കഥാപാത്രം, ടോണി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. നായകൻ്റെ ഈ പറയുന്ന ബെന്നറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരു മെൻ്റലിസം സബ്ജക്റ്റ് മലയാള സിനിമയിൽ എന്തുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. ഫൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഫൈറ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ സ്വയം ഒന്ന് പരിചയപ്പെടും. ഞാൻ അമ്മാവനാണ് കലാഭവൻ മണി, ആളുടെ പെങ്ങളുടെ മകനാണ് ഞാൻ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 8ാമത്തെ സിനിമയാണ് ഈ പറഞ്ഞ ഈ സിനിമ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഈ സിനിമ വിജയിപ്പിക്കണം. താങ്ക് യു.